ഒന്ന് ഗുരുവായൂർ പോയാലോ? ഗുരുവായൂർ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് കാര്യമല്ല. ഗുരുവായൂർ എത്തണമെന്നുണ്ടെങ്കിൽ കണ്ണനും കൂടി വിചാരിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നലെ രാത്രി എടുത്ത തീരുമാനമാണ് ഗുരുവായൂർ പോവുക എന്നുള്ളത്. അരുണിന് KSRTCയിൽ ജോലി കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാട്ടോ ഗുരുവായൂരേക്ക് ഡ്യൂട്ടി കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് ഞാനും ഉണ്ട്, എനിക്കൊന്ന് കണ്ണനെ കാണാമല്ലോ എന്ന് പറഞ്ഞ് പോകുന്നതാണേ. അപ്പോൾ ചായ കുടിച്ചതായിരുന്നു കേട്ടോ. പൊറാട്ടയും കടലക്കറിയായിരുന്നേ. കോഴിക്കോട് അരമണിക്കൂർ റെസ്റ്റിംഗ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ ഗുരുവായൂരേക്ക് യാത്ര തുടർന്നു കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ ബസ്സിൽ ഗുരുവായൂരേക്ക് ഞാൻ പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയ പാടക്ക് അവൻ്റെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കാൻ അവൻ പോയതാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂർ നടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. KSRTC സ്റ്റാൻഡും ഗുരുവായൂർ നടയും തമ്മിൽ നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ കണ്ണനെ കണ്ടു, മനസ്സറിഞ്ഞെന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. ഒരുപാട് സന്തോഷമായി. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പെയാണ് കണ്ണനെ കണ്ട് വീട്ടിലോട്ട് ഞാൻ മടങ്ങിയത്. വീണ്ടും കണ്ണൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അങ്ങനെ നേരെ ഒരു കരിക്കൊക്കെ കുടിച്ചു. കാരണം ഇപ്പോഴത്തെ ചൂടല്ലേ, ഈ ചൂടിൽ കരിക്ക് കുടിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു സമാധാനമുള്ളൊരു സംഭവം തന്നെയാണ്. അതും കഴിഞ്ഞ് ഉച്ചയൂണ് നമ്മളവിടെ KSRTC സ്റ്റാൻഡിൻ്റെ മുമ്പിലായിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതും നമ്മുടെ ഈ KSRTC സ്റ്റാൻഡിൻ്റെ മുമ്പ് തന്നെയായിട്ട് എടുത്തതാട്ടോ. കാരണം അരുണിന് ഒരുപാട് ടൈമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങി. ഇതാണ് എൻ്റെ ഗുരുവായൂർ വിശേഷങ്ങൾ.